ഓസ്ട്രിയയിൽ കൂടെയാണ് ഗൈസ് പോകുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ ഓസ്ട്രിയ കയറി, രണ്ട് സൈഡിലും ഫോറസ്റ്റ് ആണ്. മുന്നിൽ നമുക്ക് അടിപൊളി ഹിൽ വ്യൂ കാണാം. ഹിൽ വ്യൂ ഫോണിൽ അത്ര ക്ലിയർ ആണോന്ന് അറിയില്ല. നമ്മൾ ഓസ്ട്രിയ. Actually, how many kilometers we travel in Austria? Can you know? Do you know about 400 kilometers we need to travel? Okay, so after 5 hours we only reach Germany. 6 hours. We need to take 500 kilometers, which means 6 hours. 6 മണിക്കൂർ കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് 500 കിലോമീറ്റർ ഏകദേശം നമുക്ക് ഓസ്ട്രിയയിൽ കൂടെ ട്രാവൽ ചെയ്യാനുണ്ട്. എന്നാൽ നമ്മൾ ജർമ്മനീൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തും. രണ്ട് സൈഡും കാടാണ് ഗൈസ്. നല്ല എന്താ പറയുക, വലിയ കാടാണ്. ഇവിടെ വീടുകളൊക്കെ കുറവാണ്. രണ്ട് സൈഡും ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റാണ്. ലെഫ്റ്റ് സൈഡിൽ വലിയൊരു മല നിര, ഈ സൈഡിലൊരു മലഞ്ചെരുവ്, ഒരു വാട്ടർ പോകുന്നില്ല, വെള്ളം പോകുന്നില്ല. ഐ തിങ്ക് ഒരു റിവർ ഓർ സംതിങ്, ഒരു റിവറാണെന്ന് തോന്നുന്നു. അപ്പം ഈ റോഡിലൂടെ നമുക്ക് 500 കിലോമീറ്ററിൻ്റെ അടുത്ത് ട്രാവൽ ചെയ്യാനുണ്ട് നമുക്ക് ഓസ്ട്രിയ ടു ജർമ്മനി. ഓക്കെ, അപ്പം നമ്മൾ ഓസ്ട്രിയയിൽ കൂടെ ഇങ്ങനെ പോവാണ്. നമുക്ക് ശരിക്കും നമ്മളെ ട്രക്കിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 80 കിലോമീറ്റർ ആണ്. പക്ഷേ നമുക്ക് 90 എബോവ് പോയി കഴിഞ്ഞാലാണ് നമുക്ക് എന്തുള്ളൂ ക്യാമറ അടിക്കുള്ളൂ. അപ്പം ശരിക്കും മാപ്പ് നമുക്ക് മാക്സിമം 80 km/h സ്പീഡാണ് നമുക്ക് മാപ്പ് കാണിക്കുക. പക്ഷെ നമുക്ക് 90 വരെ പോകാം. എല്ലാവരും ഒരു 87-ലാണ് എന്ത് ചെയ്യുന്നത്, ക്രൂയിസ് ഇടുക. അപ്പം ശരിക്ക് ഗൂഗിൾ മാപ്പിൽ പറഞ്ഞേക്കുന്നത് എന്താണ്, 80 ആണ് നമ്മുടെ അലോഡ് സ്പീഡ് ശരിക്കും. പക്ഷേ എല്ലാവരും ഒരു 87 വരെയൊക്കെ പോകും. 90 എബോവ് പോയി കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് വരിക, പിന്നെ നോ ഓവർടേക്കിംഗ്. അവിടെ നമുക്ക് ഓരോ സിഗ്നൽസ് കാണിക്കുന്നുണ്ട്. നോ ഓവർടേക്കിംഗ്, നമ്മളെ സ്പീഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അടുത്തൊരു മലനിരേൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു തുരങ്കം, ഒരു ടണൽ. നമ്മൾ അടുത്ത ടണലിൻ്റെ അകത്തേക്ക് എൻട്രി ആണ് കേട്ടോ. ഇതുണ്ടോ, അവിടെയൊക്കെ ആ ഒരു മലനിരയാണ്, ചെറിയ വീടുകളുണ്ട് കേട്ടോ. നമ്മൾ ടണലിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ടണലിൻ്റെ അകത്ത് കാറിന് സ്പീഡ് 100 km ആണ്. ട്രക്കിന് നമുക്ക് 80 തന്നെയാണുള്ളൂ, 80. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു ടണലിൻ്റെ അകത്ത് കയറി. ടണലിലൊക്കെ ലൈറ്റും ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും സംഭവിച്ചാലും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാ കാര്യങ്ങളും ടണലിൻ്റെ അകത്തുണ്ട്. ചെറിയ ടണലാണെന്ന് തോന്നുന്നു. നേരത്തെ നമ്മളൊരു വലിയ ടണൽ എനിക്ക് തോന്നുന്നൊരു. In 3 kilometers, use the left lane to take the E55, E66 exit towards Salzburg, Deutschland. Okay, we need to keep left lane after the 3 kilometers. Okay. നമ്മൾ ആ ടണൽ കഴിഞ്ഞു. അത് അഗെയിൻ രണ്ട് സൈഡിലും കാടുകളാണ്. നല്ല കാടാണ് കേട്ടോ, ഡീപ്പ് ഫോറസ്റ്റ്. കാണാൻ പറ്റാറില്ല. ഓസ്ട്രിയ ആണ് ഗൈസ്, ഓസ്ട്രിയ. ഓക്കെ, നമുക്ക് എവിടേക്ക് A33 ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പം സ്മോക്ക് കണ്ടോ ഗൈസ്, എന്ത് that smoke, that fog, yeah, fog കണ്ടോ ഗൈസ്, fog ആണ്. നമ്മൾ വയനാട്ടിലൊക്കെ പോയാൽ കാണുന്നൊരു ടൈപ്പ് ഓഫ് ഫോഗാണ് കണ്ടോ. ഫോഗ് ഫുള്ളാൽ ഫോഗിൽ മൂടപ്പെട്ടു. ഫോഗാണ് ഗൈസ്, ഫോഗ്. നമുക്ക് 5 മിനിറ്റ് വീഡിയോ റെഡ്യൂസ് ചെയ്യാം. വാട്ട് ഈസ് ദാറ്റ് വാർണിംഗ് ഷോയിങ്? ആക്ച്വലി ഹിയർ അവിടെ അധികം ലാംഗ്വേജ് ഈസ് ഓസ്ട്രിയൻ ലാംഗ്വേജ് ദാറ്റ് ഷോയിങ്. ഓക്കെ, ദാറ്റ്സ് നോട്ട് ഇംഗ്ലീഷ്. ഇവിടെ നമ്മൾ ഓരോ രാജ്യത്തിലാണ് അവരവരുടെ ലാംഗ്വേജിലാണ് നമുക്ക് എന്ത് വരുന്നത്, വാർണിങ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ശരിക്കും ഇവർ ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും കോമൺലി നല്ലത്. പക്ഷേ പല കൺട്രീസും അവരവരുടെ ലാംഗ്വേജിലാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസും വാർണിങ്സും ഒക്കെ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, In 600 meters, use the left lane to take the E55, E66 exit towards Salzburg, Deutschland. Left lane.